ഒരു പെൺകുട്ടിയുടെ പേരിൽ MSF അക്യൂസ് ചെയ്യുന്നു. അക്യൂസ് ചെയ്ത ഉടനെ 20 മിനിറ്റ് നിങ്ങളുടെ മുമ്പിലെ ഒരു ഷോപ്പീസായി വിദ്യാർത്ഥിയെ മാറ്റുകയാണ്. അവരാരാണ്? കേവലം ലേമാനല്ല, ഒരു കേവല വിദ്യാർത്ഥിയല്ല, അവർ സ്ഥാനാർത്ഥിയാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് അറിയില്ലേ? എന്തൊക്കെ? അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. അതെ, അത് പോലീസ് MSF പറഞ്ഞതിന് ശേഷം പിടിച്ചു വെക്കാണ്. അപ്പൊ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവർ പിടിച്ചു വെക്കോ? ഇപ്പൊ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ SI ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ SFI ഭാരവാഹികളെ നീ പോടാ, നീ ആരടാ, നീ എന്താ ചെയ്യാ? നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ്, വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തിന്റെ മുകളിൽ അത് ഉപയോഗിക്കുകയാണ്. അത് ആരാ ഉപയോഗിക്കുന്നത്? അത് MSFന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, എന്താ സംശയം? ഇത് രാവിലെ തൊട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ രാവിലെ എന്നോട് ചോദിച്ചില്ലേ എവിടെ പിന്നെ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താ? തട്ടിക്കൊണ്ടുപോയ UC എന്ന് പറഞ്ഞല്ലോ. ആ കുട്ടിയുടെ പേരെന്താ? ആ കോളേജ് എന്താ? അവർ വോട്ട് ചെയ്ത എന്താ? ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ആദ്യം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയായി. ഇപ്പൊ അതിനെക്കുറിച്ച് അഡ്രസ് ഇല്ല. സമാനമായിരിക്കും ഇതും. ഏത് പെൺകുട്ടിയെ മോചിപ്പിച്ചുകൊണ്ടുപോയി? ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ടോ? ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ. അത് കേവലപരമായി രാഷ്ട്രീയം. ഇപ്പൊ നിങ്ങളെല്ലാവരും ലൈവായിട്ട് അത് കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന പോലെ മാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ്. അപ്പൊ എല്ലാവരും എന്താ കരുതുക? ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ്, കൊടും കുറ്റവാളിയാണ്. അത് 5-6 പോലീസുകാർ. ഈ പ്രതീതി എന്തിനാ ഉണ്ടാക്കുന്നത്? ആ കുട്ടി ഇവിടെ, അതെ, പോലീസാണ് അത് ഉണ്ടാക്കിയത്. അതും ആരുടെ ആവശ്യപ്രകാരം? MSF അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം. MSF എന്തേ ചോദിച്ചിട്ടുള്ളൂ? പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേരണമെന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല. ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം? മുഴുവൻ അത് അതിൻ്റെ മുമ്പിൽ 10-50 ആൾക്കാരുണ്ട്. ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക. പോളിംഗ് സ്റ്റേഷനിൽ ഒരു കടലാസുമായി ഓടിപ്പോകുന്ന ഒരു വിദ്യാർത്ഥിനിയെ, അതായത് സ്ഥാനാർത്ഥിയാണ്, പിന്നീടാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പിടിച്ചു വെച്ചതെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇത് ഈ പറയുന്ന അടിസ്ഥാനം എന്താണ്? അതിനെന്താണ് തെളിവ്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്താണ് തെളിവ്? ആ തെളിവിന് അടിസ്ഥാനം MSFന്റെ മിയർ അക്യൂസേഷൻ ആണ്. ആ അക്യൂസേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ? MSFന്റെ ആരോപണത്തിലാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ പിടിച്ചു അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ദീപ്തി SI എന്തിനാണ് ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യം എന്താ? പോടാന്നൊക്കെ വിളിക്കേണ്ട കാര്യം എന്താ? വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ പോടാ, നീ ചെയ്യുന്ന പോലെ ചെയ്യ്. ഇങ്ങനെ ആക്ഷേപിക്കുക, പ്രശ്നം രൂക്ഷമാക്കുക. എന്തിനാ പ്രശ്നം? ഞാൻ ഇവിടുത്തെ കൺസേൺ ആയിട്ടുള്ളത് ടൗൺ SHO ആണ്. ടൗൺ SHOനോട് കുറേ നേരമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനല്ലേ? അവരെ കാണുന്നില്ല. ക്രമസമാധാന പാലനല്ലേ? ആ ക്രമസമാധാന പാലനം നടത്തണ്ടേ? ഞങ്ങൾ സാധാരണ പോലീസിനെ വിളിച്ചുകൊണ്ടിട്ടൊന്നല്ല കണ്ണൂർ സർവകലാശാലയിൽ ഇലക്ഷൻ നടത്താറ്. ഞങ്ങൾ ഇവിടെ 25 വർഷമായി ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷൻ നടന്നു വരുന്നു, വിജയിച്ചു വരുന്നു. തീർച്ചയായും അതെ. ഞാൻ നിങ്ങളോട് 2 ചോദ്യവും അങ്ങോട്ട് വെക്കുകയാണ്. എവിടെ തട്ടിക്കൊണ്ടുപോയ UC? ആ UCന്റെ ഡീറ്റെയിൽസ് എവിടെ? ആ UC എവിടുന്നാണ്? എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അവരുടെ അഭിപ്രായം? ഇതിനകത്ത് ബാലറ്റ് തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോലീസിനെ അവരെ തടഞ്ഞു വെച്ച് പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് അത് അക്യൂസേഷന്റെ മുകളിലാണ്. MSFന്റെ അക്യൂസേഷന്റെ മുകളിൽ അങ്ങനെ തടഞ്ഞു വെച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാലോ. അവരിവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട് ചോദിക്കാം. അത് ഈ പോലീസിന്റെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരിപ്പോ പലതും പറയും. പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ചിലരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല, ചിലർ അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു SI ഇവിടെയുണ്ട്. അവർ നിർഭാഗ്യവശാൽ ഒരു സ്ത്രീയായി പോയി. LDFന്റെ പോലീസിന്റെ ഉള്ളിലും മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ LDFൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യേകിച്ച് CPMലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായും സ്മൃതി, നിലവിൽ ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് അകാരണമായി SFI പൂർണ്ണമായും അതെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയെ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ ചോദ്യം ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട്? ആ കുട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി ഇവിടെ തന്നെയുണ്ട്, ഇപ്പോഴും ഈ ക്യാമ്പസിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് MSFന് അങ്ങനെ ഒരു അക്യൂസേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് അവർക്ക് തെളിവോടുകൂടി അത് പറയാമായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാം? റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള DSSനെ അറിയിക്കാം. അത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി ആ കാൻഡിഡേച്ചർ എന്താവും? റദ്ദാക്കപ്പെടും. അപ്പോൾ ഇത് ചെയ്യേണ്ടതിന് പകരം പോലീസ് നേരിട്ട് ആക്ഷൻ നടത്തി നിങ്ങളെ മൊത്തം വിളിച്ച്, നിങ്ങളെ കണ്ടില്ലേ ആ ഒരു മരച്ചോട്ടിൽ ആ കുട്ടിയെ നിർത്തി ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ ഈ നിലയിലാണ് നേരത്തെ പറഞ്ഞ 2 അക്യൂസേഷൻ. എന്താ സംശയം? ഞങ്ങൾക്കൊരു ഇതുമില്ല. പക്ഷേ നിങ്ങൾ ആ പരാതി ഫോളോ ചെയ്യോ എന്നാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ആ പരാതി നിങ്ങൾ ഫോളോ ചെയ്യോ? ആ കാണിച്ചത് തെറ്റാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഒരു തെളിവുമില്ലാത്തൊരു കാര്യമാണ് നടന്നതെന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തിരിച്ച് നറേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മാന്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ MSF പഠിക്കണം. മാന്യമായി തെരഞ്ഞെടുപ്പ് നേരിടണം. തീർച്ചയായും അതെ. എന്താ സംശയം? ഞങ്ങൾ ഈ സമയം വരെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയോ? രാവിലെ തൊട്ട് ഇവർ
പിന്നെ അക്യൂസേഷൻ നടത്തുന്നതല്ലാതെ ഒരു തെളിവും നടത്തിയില്ല.